പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു. ഈശോമിശിഹായെ സ്തുതിയാകട്ടെ. എൻ്റെ പേര് ആൽറിൻ. ഞാൻ തിരുവനന്തപുരം അതിരൂപതയിൽ കൊച്ചുതോപ്പ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ പരിശുദ്ധ അമ്മ വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് പറയാനാണ് നിൽക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 14 നവംബറിനാണ് എടുത്തത്. അത് എടുത്തതിനുണ്ടായ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മറീൻ എഞ്ചിനീയറിംഗ് കോഴ്സ് വളരെയധികം ആഗ്രഹിച്ചുകൊണ്ട് ആംഗ്ലോ ഈസ്റ്റേൺ മാരിടൈം അക്കാഡമി എന്ന് പറഞ്ഞൊരു കോളേജിൽ എക്സാം കൊടുത്തിരുന്നു. എക്സാമൊക്കെ ക്ലിയറായി. ആ സമയത്ത് എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു. എക്സാമൊക്കെ ക്ലിയറായി. ഞാൻ വളരെയധികം എക്സ്പെക്റ്റേഷനിലായിരുന്നു 2023 ആദ്യമേ തന്നെ എനിക്ക് ആ കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ എക്സ്പെക്റ്റേഷൻ എതിരായിരുന്നു. എനിക്ക് വന്ന മെയിലിൽ അവർ പറഞ്ഞത് സെപ്റ്റംബർ 2023 എനിക്ക് കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു റിപ്ലൈ കണ്ടപ്പോൾ ഞാൻ വളരെയധികം വിഷമത്തിലായി. ഞാൻ ഒത്തിരി ഒരു വിഷമം വന്നു. അങ്ങനെ ഞാൻ കരുതി എന്തായാലും ഞാനും കൂടെ ഒരു ഉടമ്പടി എടുക്കാം. കാരണം എൻ്റെ കാര്യത്തിന് ഞാനും കൂടെ എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്ന് എനിക്കിങ്ങനെ തോന്നി. ഞാൻ എന്നിട്ട് നമ്മൾ ഈ സാധാരണ ഉടമ്പടി ധ്യാനവും ഒക്കെ എല്ലാം കൂടുമായിരുന്നു. ഉടമ്പടി രീതിക്കുള്ള ദിവ്യബലി കൂടുകയും അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾക്ക് കോളേജിൽ നിന്നൊരു കോൾ വരുവാണ്. ലൈക്ക് ആൽറിൻ ജാനുവരിയിൽ ഉള്ള കോഴ്സിന് കയറാൻ റെഡിയാണോ എന്നിങ്ങനെ പറഞ്ഞൊരു കോൾ വന്നായിരുന്നു. ആക്ച്വലി ഇത് വരുന്നതിന് മുമ്പ് എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു വർഷം പോകുമല്ലോ, അപ്പോൾ കരിയർ സ്വിച്ച് ചെയ്താലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് മാതാവും ഈശോയും വഴി എനിക്ക് ഈ ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തോടെ ജാൻ 2023 കോഴ്സിലോട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അതിലൂടെ 8 മാസത്തെ കോഴ്സ് കടന്നുപോയി. ഈ കോഴ്സിൻ്റെ ആ ഒരു ഡ്യൂറേഷനിൽ പോലും ഞാൻ എല്ലാ ദിവസവും മാതാവിൻ്റെ പ്രെയർ ചൊല്ലുമായിരുന്നു. അതോടൊപ്പം തന്നെ ജപമാല എല്ലാ ദിവസവും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. കോഴ്സ് കഴിഞ്ഞു. എനിക്ക് ഷിപ്പിൽ ജോയിനിങ് ആയി. ഫസ്റ്റ് ഞാൻ എൻജിൻ കേഡറ്റായിട്ട് ഷിപ്പിൽ പോയി. പിന്നെ രണ്ടാമത്തെ ഷിപ്പ് ജൂനിയർ എഞ്ചിനീയറായിട്ട് പോയി. ഈ പോകുമ്പോഴൊക്കെയും ഞാൻ ജപമാല ഇല്ലാത്ത ദിവസമില്ല. എല്ലാ ദിവസവും ജപമാല ചൊല്ലുകയും പ്രെയർ ലൈഫൊക്കെ എനിക്ക് നന്നായിട്ട് പോകുമായിരുന്നു. അതോടൊപ്പം തന്നെ ഷിപ്പിൽ ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. ബട്ട് സ്റ്റിൽ പറ്റുന്നിടത്തോളം ഞാൻ നെറ്റിൻ്റെ അവൈലബിലിറ്റി ഉള്ളപ്പോൾ ഞാൻ കുർബാന കൂടാൻ ശ്രമിക്കുമായിരുന്നു, ഞായറാഴ്ചകളിലുള്ള കുർബാന. അപ്പോൾ അങ്ങനെ 2 ഷിപ്പ് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. അപ്പോൾ അടുത്ത് ഞങ്ങൾക്ക് പ്രൊമോഷന് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് എക്സാം ക്ലിയർ ചെയ്യണം, എന്നാലേ നമുക്കൊരു COC എന്ന് പറഞ്ഞൊരു ലൈസൻസ് കിട്ടത്തുള്ളൂ. അടുത്ത 4th എഞ്ചിനീയർ റാങ്കിലോട്ട് പോകാനുള്ള ഒരു എക്സാമാണത്. അപ്പോൾ അതിന് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു, ഡോക്യുമെൻറ്റേഷൻ എല്ലാം ചെയ്തു. അപ്പോൾ അതിലും കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഞാൻ ഉടമ്പടി ഒന്നും കൂടെ പുതുക്കാം. അപ്പോൾ അങ്ങനെ വന്നു ഞാൻ പുതുക്കി. എൻ്റെ നിയോഗമായിരുന്നു 2025 തന്നെ, 2025 ഞാൻ പുതുക്കുന്നത് ഓഗസ്റ്റിൽ. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒത്തിരി ലേറ്റാണ് എൻ്റെ കരിയറിൽ. അപ്പോൾ ഈ 2025 തന്നെ എനിക്ക് COC കിട്ടുകയും 4th എഞ്ചിനീയറായിട്ട് എനിക്ക് സെയിൽ ചെയ്യാനുള്ള കൃപ കിട്ടണമെന്ന് ഞാനിങ്ങനെ ഇൻറ്റൻഷൻസിൽ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങി. ഇപ്പം നമ്മുടെ എക്സാംസ് എന്ന് പറയുമ്പോൾ സിലബസ് ഇല്ല. അപ്പോൾ നമ്മൾ മാക്സിമം ലാസ്റ്റ് ഇയറിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും, തലേ ദിവസം അല്ലെങ്കിൽ അതിന് മുന്നത്തെ ദിവസമായിരിക്കും ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം എന്ന് പറയുമ്പോൾ, ഞാൻ എപ്പോഴും പഠിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ നമ്മുടെ ഹോളി ഓയിലും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പും വച്ചിരിക്കും. അപ്പോൾ എപ്പോഴും തലയിൽ ഓയിൽ പുരട്ടിയിട്ടും കുറച്ച് ഉപ്പ് കഴിച്ചിട്ടാണ് ഞാൻ പഠിക്കാനിരിക്കുന്നത്. ചില സമയത്തൊക്കെ എനിക്ക് സ്ട്രെയിൻ കൂടുതലിരുന്ന് പഠിക്കുമ്പോൾ മൈഗ്രെയിനൊക്കെ വരും. എന്നിരുന്നാൽ പോലും ഈ ഒരു മാതാവിൻ്റെ ആ ഒരു ഓയിലും സോൾട്ടും എന്നെ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പഠിത്തത്തിലായാലും എൻ്റെ ബുദ്ധിമുട്ടുകളുടെ അവസ്ഥയിലാണെങ്കിൽ പോലും. എക്സാം കൊടുക്കാൻ ഞാൻ മുംബൈയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ സാധാരണ എല്ലാ ദിവസവും ദിവ്യബലി കൂടുന്നതായിരുന്നു. മുംബൈയിൽ പോയിരുന്നാൽ പോലും ദൈവഭാഗ്യത്തിന് എൻ്റെ എക്സാം സെൻറ്ററിൻ്റെ തൊട്ടടുത്ത്, ഞാൻ എവിടെയാണ് താമസിക്കുന്നത് അതിനടുത്തൊരു പള്ളിയുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെയും ദിവ്യബലി കൂടിയിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. ചിലപ്പോൾ 2 എക്സാം ഒരു ദിവസം കൊടുക്കുന്നതിൽ 15-20 മിനിറ്റ്സ് ഗ്യാപ്പ് ഉള്ളപ്പോൾ പോലും അവിടെ കുർബാന ഉണ്ടെങ്കിൽ ഞാൻ കുർബാന കൂടിയിട്ടാണ് ആ എക്സാം എഴുതുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എക്സാം ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര സ്ട്രിക്റ്റാണ്. നമുക്ക് വേറെ സാധനങ്ങളൊന്നും കൊണ്ട് കയറാൻ പാടില്ല. ഹോൾ ടിക്കറ്റ് പോലും ഒരു ക്ലിയർ ഫയലിൽ വേണം കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ സാധാരണ ചെയ്തിരുന്ന കാര്യമെന്ന് പറയുമ്പോൾ, ഈ ഓയിലും നമ്മുടെ ഉപ്പും കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ ഓയിൽ എപ്പോഴും തലയിൽ പുരട്ടിയിട്ട്
അതോടൊപ്പം തന്നെ സോൾട്ട് കുറച്ച് ഞാൻ നമ്മുടെ ഫയലിനകത്ത് ക്ലിയർ ഫയലിനകത്ത് ഇട്ടിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ തമ്പുരാന് മാതാവ് സഹായിച്ച് എക്സാംസ് ഞാൻ എഴുതുമ്പോഴൊക്കെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണെങ്കിൽ പോലും അമ്മ മാതാവ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ എനിക്ക് കൃത്യമായിട്ട് ആൻസേഴ്സ് വരും. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും വളരെ നന്നായിട്ട് എനിക്ക് എല്ലാ പേപ്പറും എഴുതാൻ പറ്റി. ഞങ്ങൾക്ക് 6 റിട്ടേൺ പേപ്പറാണുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ റിട്ടേൺസ് കൊടുത്തു. ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ ഞാൻ ഈ ഫയലിൽ കരുതിക്കൊണ്ട് വന്ന ഉപ്പ് കുറച്ച് ഇട്ടിട്ടാണ് ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ 6 പേപ്പറിൽ 5 എണ്ണം എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രിക്കലിൻ്റെ പേപ്പർ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അത് കിട്ടാതായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ആ റിപ്പീറ്റ് എക്സാം ഡിസംബറിൽ വരാൻ പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് ഇനിയിപ്പോൾ ലേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ COCയും നമുക്ക് അടുത്ത വർഷമായിരിക്കും വരുന്നതെന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു ഞാൻ. അങ്ങനെ സ്റ്റിൽ പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്തു, ദിവ്യബലി എല്ലാം കൂടി. അങ്ങനെ എൻ്റെ ഇലക്ട്രിക്കൽ പേപ്പറിൻ്റെ സമയമായി. അപ്പം ഞാൻ പ്രിപ്പറേഷൻ ചെയ്ത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയായിരുന്നു. പക്ഷേ അതിൽ എനിക്കൊരു പ്രശ്നം പറ്റിയെന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കാൻ വിട്ടുപോയി. അങ്ങനെ ഞാൻ പരീക്ഷയിലോട്ട് കയറി. ആ ഒരു സമയത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വിട്ടുപോയ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ഞാൻ പഠിച്ചതൊന്നും അതിൽ ചോദിച്ചിട്ടില്ല. അപ്പം ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. കാരണം ഈ ഒരു അറ്റംപ്റ്റും കൂടെ പൊക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡിലേ ആയിപ്പോകും. കാരണം ഞങ്ങൾക്ക് ഒരു പേപ്പർ ആയിട്ട് എഴുതണമെങ്കിൽ വീണ്ടും 2 മാസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. പിന്നെ എനിക്ക് അറിയുന്ന പോലെ പ്രത്യേകിച്ച് എഴുതാനൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ എന്തോ ഒരു 5 പേപ്പർ വെറുതെ എഴുതി. ഭയങ്കര വിഷമത്തോടു കൂടി അതിലും ഞാൻ എൻ്റെ തലയിലിരുന്ന കുറച്ച് ആ എണ്ണ ഞാൻ ആ പേപ്പറിൽ ഇങ്ങനെ തളിച്ചു. പ്ലസ് ഞാൻ കൊണ്ടുവന്ന ഉപ്പും കൂടെ ആ പേപ്പറിനകത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ എന്തായാലും ഇതിലൊന്നും എഴുതിയിട്ടില്ല, മാതാവിന് ഈ പേപ്പർ എനിക്ക് തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തരട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ പേപ്പർ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ വളരെ വിഷമത്തോടെ അന്ന് ആ എക്സാം കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം അവിടുത്തെ കുർബാനയും കൂടിയിട്ടാണ് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരുന്നത്. അപ്പോൾ വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോഴും അമ്മയും അച്ഛനും പറഞ്ഞു, മാതാവ് ഈ പേപ്പർ നിനക്ക് തരും, ഇത് നീയല്ല എഴുതിയത്, പരിശുദ്ധ അമ്മയും ഈശോയാണ് എഴുതിയതെന്നുള്ള വിശ്വാസത്തിൽ നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു എഴുതിയ പേപ്പറിൻ്റെ റിസൾട്ട് വന്നു. അമ്മ മാതാവും ഈശോയും വഴി ആ പേപ്പർ എനിക്ക് കിട്ടി. ആക്ച്വലി അത് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന പോലെ ആ പേപ്പറിൽ ഒന്നും എഴുതിയിട്ടില്ലെന്ന് എനിക്ക് 101% ഷ്യൂറിറ്റി ഉണ്ട്. അപ്പോൾ അത് കിട്ടിയതിന് മെയിൻ റീസൺ പരിശുദ്ധ അമ്മയുടെ ആ ഒരു ഗ്രേസ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ COC വന്നു. അപ്പോൾ COC വന്നതിൽ കൃത്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്ന 2025 ആ ഒരു ഡേറ്റ്, അതിനുള്ളിൽ എനിക്ക് COC കിട്ടണം. അപ്പോൾ അമ്മ മാതാവും ഈശോയും വഴി എനിക്ക് കിട്ടിയ COCയിൽ 2025 എന്നുള്ള ഡേറ്റാണ്. അതോടൊപ്പം തന്നെ എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിൻ്റെ കാര്യം കൂടെ ഞാനൊരു നിയോഗമായിട്ട് വച്ചിരുന്നു. പരിശുദ്ധ അമ്മ ഈശോ വഴി അതും വളരെ മനോഹരമായിട്ട് നടത്തി. എനിക്ക് ഇപ്പോൾ COC കിട്ടി. ഞാൻ 4th എഞ്ചിനീയറായിട്ട് ഇപ്പോൾ ഉടനെ തന്നെ സെയിലിങ്ങിന് പോകാനിരിക്കുവാണ്. ഈശോ വഴി അമ്മ മാതാവിലൂടെ ഈശോയിലൂടെ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ലീവിന് വരുമ്പോൾ എല്ലാ മാസവും ഞങ്ങൾ കൃപാസനത്ത് വരും. ഞാനും എൻ്റെ അമ്മയും, അച്ഛനുണ്ടെങ്കിൽ അച്ഛനും അനിയത്തിയായിട്ടൊക്കെ വന്നിട്ട് ഞങ്ങൾ പത്രം വാങ്ങിച്ച് ഞങ്ങൾ പത്രം വിതരണം ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ രോഗികളായിട്ടുള്ളവരെയൊക്കെ പോയി കാണാറുണ്ട്. അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും ഒക്കെ ഞങ്ങൾ പോയി കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഷിപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ സാലറിയിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് ഞാൻ എപ്പോഴും തയ്ത്തായിട്ട് അത് കൊടുക്കുമായിരുന്നു. അതിങ്ങനെ അർഹതപ്പെട്ടവർക്ക് അത് ഞാനിങ്ങനെ പാസ് ഓൺ ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ മുംബൈയിൽ എക്സാം എഴുതാൻ പോരുന്ന സമയത്തും ഇവിടെയാണെങ്കിൽ പോലും എന്നോട് ആരെങ്കിലും പൈസ ചോദിച്ചു വന്നാൽ ഞാൻ അങ്ങനെ പൈസ കൊടുക്കാറില്ല. അവർക്ക് ഞാൻ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്ക് ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ആൽഡ്രിനസ് ട്രിവാൻഡ്രം തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകൻ്റെ വാക്കുകളിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കാര്യത്തിൽ ഞാനും കൂടി വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. അത്
അമ്മ ഉടമ്പടി ജീവിക്കുന്ന കണ്ടുകൊണ്ട് തന്നെയാണ് താനും ഉടമ്പടിയിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. അതിനെ തുടർന്ന് നിരവധിയായ പ്രതിസന്ധികൾ വരുമ്പോഴും പരിശുദ്ധ അമ്മ ഈ മകന് സംരക്ഷണമായിട്ട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം 2023 അഡ്മിഷൻ കിട്ടിയില്ല എങ്കിൽ വീണ്ടും ഒരു വർഷം പോകുന്നുള്ള ഒരു ആകുലതയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്നാൽ അത് ദൈവിക നിയോഗം എന്നോണം പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെ ആ വർഷം തന്നെ ജോയിൻ ചെയ്യുവാനും അതിലേക്ക് പോകുവാനൊക്കെ സാധിക്കുക ചെയ്തത് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈ മകൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ എഴുതുമ്പോഴും പരീക്ഷയ്ക്ക് മുമ്പായിട്ടാണെങ്കിലും ഈ മകൻ ഉടമ്പടി പുതുക്കണമെന്നുള്ള ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ഉടമ്പടിയിലെ പ്രകാരം ആയിരിക്കണമെന്നുള്ള ചിന്ത കൂടി ഉള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ 6 പരീക്ഷ എഴുതുമ്പോഴും ഇലക്ട്രിക്കൽ എക്സാം പോകുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും അതിന് വേണ്ടിയിട്ട് രണ്ടാമത് ഒരുങ്ങുമ്പോൾ എന്നാൽ ഏത് ക്വസ്റ്റ്യനാണോ താൻ മാറ്റി വെച്ചത് അത് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയ്ക്ക് വരികയും എന്നാൽ അവിടെ ഒത്തിരിയേറെ ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു വരികയാണ്. താൻ പഠിച്ചത് ഒരു ക്വസ്റ്റ്യൻ പോലും തൻ്റെ മുമ്പിൽ ഇല്ല. എന്നാൽ പഠിച്ചു പോയ കാര്യങ്ങളുണ്ടെങ്കിലും അത് ഓർമ്മയിലേക്ക് വരാത്തൊരവസ്ഥ കൂടിയാണ് കടന്നു പോയത്. എന്നാൽ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് തനിക്കറിയുന്ന കാര്യങ്ങൾ എഴുതുകയും ഈ മകൻ്റെ വാക്കിൽ തന്നെ വ്യക്തമായിരുന്നു, ഈ എക്സാം ഞാൻ പാസ്സായത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണെന്ന് പൂർണ്ണമായിട്ട് മകനെടുത്ത് പറയുക. അത്രമാത്രം വിശ്വാസത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മയോട് തൻ്റെ ജീവിതത്തെ ചേർത്ത് നിർത്തുക. അതുകൊണ്ട് തന്നെ നിറച്ച വസ്തുക്കളാണെങ്കിലും ഉടമ്പടി വസ്തുക്കളൊക്കെ എപ്പോഴും ചേർത്ത് വെച്ചിരുന്നത് ആ ഒരു വിശ്വാസത്തെ തുടർന്ന് തന്നെയാണ്. പൂർണ്ണമായിട്ടും ഈ മകൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുകയും ഈ മകൻ നല്ല വീഴ്ച നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത്. താൻ ആഗ്രഹിച്ചതുപോലെ COC കിട്ടുകയൊക്കെ ചെയ്തത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലിലൂടെ തന്നെയാണ്. അതുപോലെ തന്നെ തൻ്റെ അനിയത്തിരാങ്കന കല്യാണ കാര്യമാണെങ്കിലും അത് പരിശുദ്ധ അമ്മ വഴി നല്ല അനുഗ്രഹങ്ങളോടെ നല്ല രീതിയിൽ നടത്തുവാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്തു. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഇനിയും ഈ താരക്ക് മുമ്പിൽ ആൽഡ്രിനെ പരിശുദ്ധ തീക്ഷണ സാക്ഷിയായിട്ട് ഇനിയും ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.